നമസ്കാരം. പ്രൈസ് കണ്ണൂരാണ്. കേരളത്തിൻ്റെ ക്യാമ്പസുകളെ അതിക്രൂരമായി കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, കൊന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ കുറിച്ച് പറയാൻ, ഒരു ക്യാൻസറിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിന് കീഴിലുള്ള സ്കൂൾ ഓഫ് നഴ്സിംഗിൽ നടന്നിട്ടുള്ള റാഗിങ്, അതിക്രൂരമായ റാഗിങ്ങിനെ കുറിച്ച് നിങ്ങളൊക്കെ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പ്രശ്നത്തെക്കുറിച്ച്, അവിടെ നടന്ന ആ നീചമായ പ്രവൃത്തിയെക്കുറിച്ച് ഇതിനോടകം തന്നെ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ ആദ്യമേ തന്നെ വിശ്വസിക്കുക. സ്കൂൾ ഓഫ് നഴ്സിംഗിലെ 1ാം വർഷ വിദ്യാർത്ഥികളോട് അവിടുത്തെ 3ാം വർഷ വിദ്യാർത്ഥികളാണ് ഈ ക്രൂരത നടത്തിയിരിക്കുന്നത്. സമാനതകളില്ലാത്ത ക്രൂരത, എത്ര ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയാണ് നടത്തിയിരിക്കുന്നത്. അവരെ അവിടെ ബലമായി പിടിച്ചു നിർത്തി 3 മാസത്തോളമായിട്ട് അവരെ ഇവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. ശാരീരികമായും മാനസികമായും ഇവരെ സമ്മർദ്ദത്തിലാക്കുകയും ശാരീരികമായി മുറിവുകൾ ഉണ്ടാക്കുക, മാനസികമായും മറ്റു വേദനകളിലേക്ക് തള്ളിവിടുക, ഇതുപോലുള്ള അതിക്രൂരമായിട്ടുള്ള പ്രവൃത്തികളാണ് ഈ 3ാം വർഷ വിദ്യാർത്ഥികൾ 1ാം വർഷ വിദ്യാർത്ഥികളോട് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഡംബല് കെട്ടിത്തൂക്കുക, കോമ്പസ് കൊണ്ട് വരയ്ക്കുക തുടങ്ങി വളരെ നീചമായ രീതിയിൽ ഒരു സഹപാഠി സ്വന്തം സഹപാഠിയോട് കാണിക്കാൻ പാടില്ലാത്ത ഒരത്രയും നീചമായ പ്രവൃത്തിയാണ് ഈ 3ാം വർഷ വിദ്യാർത്ഥികൾ ഈ പുതിയതായിട്ട് വന്ന 1ാം വർഷ വിദ്യാർത്ഥികളോട് ചെയ്തുകൊണ്ടിരുന്നത് എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സമാനതകളില്ലാത്ത ക്രൂരത മാത്രമല്ല, അവരെ മാനസികമായി ഭീഷണിപ്പെടുത്തുക, അവരുടെ മുഴുവൻ ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ മുഴുവനായും ഹനിച്ചുകൊണ്ട് അവരെ മാനസികമായി ഭീഷണിപ്പെടുത്തി. ഈ വിഷയം നിങ്ങൾ പുറത്തു പറഞ്ഞാൽ നിങ്ങൾ ഇനി ഇവിടെ ഉണ്ടാവില്ല, നിങ്ങളിവിടെ പഠിക്കില്ല, നിങ്ങളെ പഠിപ്പിക്കില്ല എന്നുള്ള രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ, വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന അവരുടെ ആ ഒരു പഠിക്കാനുള്ളൊരു സ്വാതന്ത്ര്യത്തെ മുഴുവനായിട്ടും തേജോവധം ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ 3ാം വർഷ വിദ്യാർത്ഥികളുടെ ക്രൂരത, സമാനതകളില്ലാത്ത ക്രൂരത കടന്നുപോയതെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. പ്രതികളായി പറയുന്ന വിദ്യാർത്ഥികളെ ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അറസ്റ്റിൽ ഒതുങ്ങേണ്ടതോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കേണ്ടതോ ആയ ഒരു കാര്യമല്ല. നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കലാലയങ്ങളിൽ സുരക്ഷിതമാകുന്നില്ലെങ്കിൽ അതിൻ്റെ പിടിപ്പുകേട് ആർക്കാണെന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇതെന്താ വെള്ളരിക്കപ്പട്ടണമാണ് ഇത്? വിദ്യാർത്ഥികളെ മുഴുവൻ ഈ ഒരു സീനിയേഴ്സ് എന്നുള്ള ഒരു പദവി വെച്ചുകൊണ്ട് ഈ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ മുഴുവനായിട്ടും റാഗിങ് ചെയ്യുക, അവരെ ക്രൂരമായിട്ട് അടിമ മനോഭാവത്തോടു കൂടി അവരെ വേട്ടയാടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. ഇതെവിടെയാണ് നടന്നിരിക്കുന്നത്? കോട്ടയം അക്ഷരനഗരിയിലാണ്. കേരളത്തിൻ്റെ അക്ഷരനഗരി എന്ന് പറയുന്ന കോട്ടയത്താണ് നടന്നിരിക്കുന്നത്. ചിന്തിക്കേണ്ടത് ഒറ്റയൊന്നേ ഉള്ളൂ, ഇവരെയൊക്കെ ഉണ്ടാക്കി വിടുന്ന മാതാപിതാക്കൾ ഇവർക്ക് വീട്ടിൽ കൊടുക്കുന്ന അവരെ എങ്ങനെ കാണുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർ വീട്ടിൽ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നല്ല സ്വഭാവങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ നല്ല നേർവഴി കാണിച്ചു കൊടുക്കുകയോ ചെയ്യാത്ത മാതാപിതാക്കളായിരിക്കും ഇവരുടെ മാതാപിതാക്കൾ ഒരു പക്ഷേ. പിന്നെ എങ്ങനെയാണ് ഇത്ര വഴിപഴച്ച ചിന്തകളുമായി സ്വന്തം കൂട്ടത്തിൽപ്പെടുന്ന സഹപാഠികളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? സമാനമായൊരു സംഭവം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. തൃപ്പൂണിത്തുറയിൽ മിഹർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? അവിടെയുള്ള ആ വിദ്യാർത്ഥികൾ അവനെ പിടിച്ചുകൊണ്ടുവന്ന് ക്ലോസറ്റിലിട്ട് അവൻ്റെ മുഖം കൊണ്ടുപോയിട്ട് നക്കിപ്പിക്കുക, വെള്ളം നക്കിപ്പിക്കുക, അതുപോലെ തന്നെ അവിടെ മുക്കിപ്പിടിക്കുക, ഫ്ലഷ് ചെയ്യിപ്പിക്കുക. എത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഈ മാറ്റം വളരെ 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 പുറകോട്ടാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കുന്നത്? സ്വന്തം സഹപാഠിയെ, സ്വന്തം ജീവനെ ഇത്രത്തോളം അപമാനിച്ചും ഉപദ്രവിച്ചും ഇങ്ങനെ ഒരു ക്രിമിനൽ ചിന്തയിലേക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറ വന്നെത്തിയിരിക്കുന്നത്? പുനർവിചിന്തനം നടത്തേണ്ടത് മാതാപിതാക്കളാണ്, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ആദ്യമേ ഇവരൊക്കെ ഈ ക്ലാസ്സിലേക്ക് കൊണ്ട് വിടുകയല്ലേണ്ടത്. അതിനു മുന്നേ ഇങ്ങനെയുള്ള ആളുകളെ നല്ല ട്രെയിനിങ് നടത്തി നന്നായിട്ട് ആദ്യം തന്നെ എങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യാം, സ്വന്തം സഹപാഠികളെ എങ്ങനെ സ്നേഹിക്കാം, അവരുടെ കൂടെ എങ്ങനെ നിൽക്കാമെന്നുള്ള ഒരു ക്ലാസ് കൊടുക്കാൻ തയ്യാറാകണം. എന്നിട്ട് വേണം ഇവരെ വിടാൻ. അതുപോലെ തന്നെ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറയുമ്പം, ഇതുപോലുള്ള കോളേജുകളിലൊക്കെ അഡ്മിഷനും കാര്യങ്ങൾക്കും വേണ്ടി ചെല്ലുമ്പം പ്രധാനമായിട്ടും ഒരു ഫോം അവിടെ അവർ കൊടുക്കണം, അവർ എഴുതി മേടിക്കണം. ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഇവിടെ ആരും റാഗിങ് ചെയ്യാൻ പാടില്ല. അത് പ്രിൻസിപ്പലിൻ്റെ അടുത്തോ അതിന് വേണ്ട രക്ഷാധികാരികളുടെ അടുത്തോ ചെന്ന് അത് ഒപ്പിട്ട് മേടിക്കണം. എന്നിട്ട് വേണം ഇനി വിദ്യാർത്ഥികളെ വിടാൻ. നമ്മുടെ വിദ്യാർത്ഥികൾ സുരക്ഷിതരാണോ?
വീട്ടിൽ നിന്ന് നമ്മൾ വളരെ സ്വപ്നങ്ങൾ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവർ നല്ലൊരു ഭാവിക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു വിടുന്ന നമ്മുടെ കുട്ടികൾ, ഈ കുട്ടികളെ നമ്മൾ ക്യാമ്പസിൽ എത്തിക്കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ, ശാരീരിക ചൂഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അറിയുന്നില്ല. സീനിയേഴ്സിനെ പേടിച്ചിട്ട്, ബാക്കിയുള്ള വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ പേടിച്ചിട്ട് ഇവരാരും ഈ വിഷയങ്ങൾ പുറത്ത് പറയുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വീട്ടുകാർ അതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടണം. കാരണം നമ്മുടെ കുട്ടികൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തണം. ഇവരിപ്പം പ്രിൻസിപ്പൾ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തെന്നാണ് പറയുന്നത്. ഒരു സസ്പെൻഷനിലുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഒരു സ്വന്തം സഹപാഠിയെ അവിടെ ഇട്ടിട്ട് മാനസികമായും ശാരീരികമായും വളരെ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പറയുകയാണ് സസ്പെൻഡ് ചെയ്തതിൽ മാത്രമല്ല ഒതുക്കേണ്ടത്, ഡിസ്മിസ് ചെയ്യണം. മിനിമം ഒരു 5 കൊല്ലത്തേക്കെങ്കിലും, ഒരു 10 വർഷം എങ്കിലും നിങ്ങൾ കൊടുത്തു നോക്കൂ. ഈ വരുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇപ്പോഴുള്ള കുട്ടികൾക്ക്, ഇതേപോലെ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഇത്രയും വലിയ നെറികെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ തെമ്മാടി കൂട്ടങ്ങൾക്ക്, ഇതേപോലെ റാഗിങ് നടത്തി സ്വന്തം സഹപാഠിയെ നശിപ്പിക്കാൻ തോന്നുന്ന ഈ തെമ്മാടി കൂട്ടങ്ങൾക്ക് നിങ്ങളൊരു 10 കൊല്ലത്തേക്ക് ഡിസ്മിസൽ കൊടുത്തു നോക്കൂ. കാണാം. ഒരൊറ്റ ആൾക്ക് കൊടുത്താൽ മതി, ഒരു വട്ടം കൊടുത്താൽ മതി, അവിടെ നിൽക്കും റാഗിങ് ഒക്കെ. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ സുരക്ഷിതമാണ്. അതാണ് ചെയ്യേണ്ടത്, ഡിസ്മിസ് ചെയ്യണം. ഇതിപ്പോൾ എന്താ, സ്കൂൾ ഓഫ് നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിലെ മാലാഖമാരെന്ന് പറയുന്ന, നമ്മൾ അത്രയും സ്നേഹിക്കുന്ന, നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന, നമുക്കൊരു ചെറിയൊരു മുറിവുകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളെ പരിചരിക്കുന്ന മാലാഖമാരെന്ന് പറയുന്നവരാണ് നേഴ്സുമാർ. ഇവരൊക്കെയാണ് നാളെ ഒരു നേഴ്സായിട്ട് പുറത്തേക്ക് വരുന്നതെങ്കിൽ, മറ്റൊരു ഹോസ്പിറ്റലുകളിലേക്കോ മറ്റ് സ്ഥാപനങ്ങളിലോ ജോലിക്ക് ചെല്ലുന്നതെങ്കിൽ അവിടെ എത്തുന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവരുടെ പെരുമാറ്റം എന്തായിരിക്കും? ഇവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക? സ്വന്തം സഹപാഠിയോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ കഴിയുന്ന ആ മനസ്സും ആ ചിന്താഗതിയും വെച്ചിട്ട് ഇവർ നല്ല രീതിയിൽ നമ്മളെ രോഗികളെ ശുശ്രൂഷിക്കും തോന്നുന്നുണ്ടോ? പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് കുടുംബത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. സമൂഹത്തെ മുമ്പോട്ട് നയിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് ഒരു കുടുംബത്തിലുള്ള മാതാപിതാക്കൾക്കാണ്. നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ കൊണ്ടുപോകണമെന്ന് അവർ പോലും ഉത്തരവാദിത്വം എടുക്കുന്നില്ല. എന്നിട്ട് അവരെ പല ന്യായീകരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അധ്യാപകനെ ഞാൻ റോട്ടിലിട്ട് പൂശിക്കളയും എന്ന് ഒരു വിദ്യാർത്ഥി വെല്ലുവിളിച്ചത്, അത് പ്രിൻസിപ്പളിൻ്റെ മുമ്പിൽ വെച്ചിട്ട്. ആ വിദ്യാർത്ഥി അവരെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് കേരള സമൂഹത്തിലെ സാംസ്കാരിക നായകർ എത്തിക്കഴിഞ്ഞു. സാംസ്കാരിക നായകർ എന്നുള്ളതിന് അവർക്ക് യോഗ്യതരല്ല, അവരെ വിളിക്കേണ്ടത് വേറെ പേരുകളാണ്. ഇത്രയും സംസ്കാരശൂന്യമായിട്ട് ഒരു വിദ്യാർത്ഥി, ഒരു അധ്യാപകൻ, മാതാപിതാ ഗുരു ദൈവം, മാതാവും പിതാവും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഗുരുവിനാണ്. അത് കഴിഞ്ഞിട്ടേ ദൈവത്തിന് സ്ഥാനമുള്ളൂ എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആപ്തവാക്യം തന്നെ. മാതാപിതാ ഗുരു ദൈവം. എവിടെ ഗുരു? എവിടെ മാതാവ് പിതാവ്? എവിടെ? എന്താണ് ഈ സമൂഹത്തിന്റെ പോക്കെങ്ങോട്ടാണ്? ഒരു അധ്യാപകൻ ഫോണ് പിടിച്ചു വെച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥി പറയുകയാണ്, ഓഫീസിൽ ചെന്ന് കൈ ചൂണ്ടി മുഖത്ത് ചൂണ്ടി വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് പണി തരും. ഞാൻ പണി തന്നിരിക്കുന്ന പറയുന്നത്. എവിടെ? ആരാണ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് പിള്ളേരെ? ഈ വിദ്യാർത്ഥികൾ ആരാണ് ഇത്രയും മോശമായിട്ട് വളർത്തിയിട്ടുള്ളത്? അതിന് നമ്മുടെ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പ്രശ്നമാണത്. നമ്മുടെ നിയമങ്ങൾ കൊണ്ട് ഇതേപോലെ ചെയ്യുന്ന ആളുകളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ നിലയ്ക്ക് നിർത്തണം, നിയമം നിലയ്ക്ക് നിർത്തണം, നിയമം സ്ട്രോങ് ആകണം. അല്ലാതെ ഇതേപോലുള്ള കാര്യങ്ങളെ നിർത്താമെന്ന് വിളിക്കുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അധ്യാപകർക്ക് അവരുടെ പഴയ ശിക്ഷണത്തിൻ്റെ രീതിയെ തിരിച്ചു കൊണ്ടുവന്നാൽ, അധ്യാപകർ ആ പഴയ ശിക്ഷണം എങ്ങനെയാണോ, വടിയെടുക്കേണ്ടതാണ് വടിയെടുത്ത്, ചെവിക്ക് പിടിക്കേണ്ടതാണ് ചെവിക്ക് പിടിച്ച്, ആ രീതിയിലേക്കുള്ള ശിക്ഷണം തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഈ സമൂഹത്തെ, ഈ തലമുറയെ നേർവഴിക്ക് നടത്താൻ കഴിയും. അത് 100%. ഇതിപ്പോൾ അധ്യാപകർക്ക് പലർക്കും ഭയമാണ്. കുട്ടികളെ തൊടാൻ കഴിയില്ല. കുട്ടികളെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രാഷ്ട്രീയപരമായി സംഘടനാപരമായി ചിലപ്പോൾ ആളുകൾ സംഘടിച്ച് വരും, ചിലപ്പോൾ ആക്രമിക്കും. ഇനിയിപ്പോൾ ഈ കുട്ടികൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമ്മളെ തടഞ്ഞു നിർത്തി, ചിലപ്പോൾ വണ്ടിക്കാ പോകുന്നെങ്കിൽ തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ കല്ലെടുത്ത് അടിക്കുക. ഇപ്പോൾ കാണുന്നില്ല ഓരോ സ്ഥലത്ത് സമാനമായിട്ടുള്ള ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയമില്ലേ? ജീവനിൽ ഭയമില്ലേ? പഠിപ്പിക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഉത്തരവാദിത്വം പോലെയല്ല, പറഞ്ഞു തീർക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? പഠിപ്പിക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആക്രമിക്കും, നിങ്ങളെ കൊന്നുകളയുന്നുള്ള സാധനമാണ്. ഭീഷണിപ്പെടുത്തല്ലേ? അങ്ങനെയാണോ ഒരു ഗുരുവിനോട് നമ്മൾ പെരുമാറേണ്ടത്? പഴയ ഗുരുക്കന്മാരുടെയൊക്കെ ആ ഒരു ശിക്ഷണത്തിലാണ് ഇന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള തലമുറകൾ വരെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് വന്നിട്ടുണ്ടാകുക. ഇപ്പോഴത്തെ അധ്യാപകരുടെ പ്രശ്നമല്ല, അധ്യാപകരെ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തുകയാണ്.
കുറേ വിദ്യാർത്ഥികൾ കള്ളും മയക്കുമരുന്നും കഞ്ചാവും MDMA പോലുള്ള വലിയ വലിയ മയക്കുമരുന്നുകൾക്ക് അടിമകളായിട്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട് ആരാണ് MDMA കൊടുക്കുന്നത്, ആരാണ് ചരസ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ആ ലൊക്കാലിറ്റിയിലുള്ള വണ്ടിയിൽ കൊണ്ട് കൊടുക്കുന്ന ആളുകളെ അല്ലാതെ ഇതിൻ്റെ മുകളിലേക്കുള്ള ഉറവിടത്തെ ഇതുവരെ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് ഈ രീതിയിലുള്ള നിയമ സംവിധാനത്തിനോ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് എവിടുന്ന് വരുന്നു? ആരാണ് ഇതിൻ്റെ റാക്കറ്റ്? ആരാണ് ഇത് കണ്ണികളായിട്ട് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ ഇന്ത്യക്ക് അപ്പുറത്തേക്കുള്ള മാഫിയകളുണ്ടോ? അത് എവിടുന്ന് വരുന്നു? എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇത് കിട്ടുന്നു? ക്യാമ്പസിൽ ഇത് എങ്ങനെ കിട്ടുന്നു? ഇതെല്ലാം വേരോടെ നിർത്തണം. ഇതൊക്കെ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നതാണ്. ഒരു കാര്യമാണ്, മാതാപിതാക്കൾക്കും വിലയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ ചില കുടുംബങ്ങളിലും. കുട്ടികൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാം. ഇപ്പം കാണുന്നില്ലേ, തലക്കടിച്ച് കൊല്ലുക, ആക്രമിക്കുക. ഏത് രീതിയിലേക്കാണ് പോകുന്നത്? സാംസ്കാരിക കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിൽ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പണ്ട് റാഗിങ് ഒക്കെ ഒരുപാട് ക്രൂരമായി കൂടുതലായി നടന്ന കാലഘട്ടമുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ കുറഞ്ഞ് ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാരണം? നിയമം അതേപോലെ അവിടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അതേ സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുവരണം. ഒരാളെ ശിക്ഷിച്ചാൽ മതി, ഒരാളെ മാതൃകാപരമായിട്ട് ശിക്ഷിച്ചാൽ മതി, കൃത്യമായ രീതിയിൽ നമുക്ക് ഈ സാധനത്തെ ഇവിടെ പിടിച്ചു കെട്ടാൻ കഴിയും. അല്ലാതെ ഈ റാഗിങ് ചെയ്തതിന് ന്യായീകരിച്ച് ചില സാംസ്കാരിക നായകർ ഒക്കെ രംഗത്ത് വരുമെന്നറിയാം. അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളുമായി പഠിക്കാൻ വേണ്ടി നഴ്സിംഗ് കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റ് ബിരുദാനന്തര ബിരുദങ്ങൾക്കുമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും ക്യാമ്പസുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരെ ഇതേപോലെയുള്ള അവരുടെ സഹപാഠികൾ സീനിയേഴ്സ് എന്നുള്ള ഒരു ധാർഷ്ട്യവും ഹുങ്കും വെച്ചുകൊണ്ട് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്താൽ നിങ്ങൾ സഹിക്കുമോ? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങളതിനെ ന്യായീകരിക്കുമോ? അങ്ങനെ ന്യായീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക? എന്ത് പറയുക? എന്താ പറയേണ്ടത് ഈ വിഷയത്തെക്കുറിച്ച്? വിദ്യാർത്ഥികൾ എവിടെയും രക്ഷയില്ലാതെ പീഡിപ്പിക്കപ്പെട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നിയമം ശക്തമാകണം. നിയമശക്തമായിട്ട് ഇവരെ പിടിക്കണം. ഇവരെ നേഴ്സിംഗ് കോളേജുകളിൽ എടുക്കരുത്. ഈ നേഴ്സിംഗ് കോളേജുകളിൽ നിന്ന് ഇവരെ 10 കൊല്ലത്തേക്ക് ഡിസ്മിസ് ചെയ്ത് ഒരു സ്ഥാപനത്തിലും പഠിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ 10 കൊല്ലം നമ്മളങ്ങ് കളഞ്ഞാൽ പിന്നെ ഇനി വരുന്ന തലമുറയിലുള്ള ഒരു കുട്ടികൾ പോലും ഇങ്ങനെയുള്ള ഒരു വിഷയത്തിന് വേണ്ടി മുതിരില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെ മുതിരുന്നവൻ പഠിക്കാൻ വരുന്നവനല്ല, ക്രിമിനൽ കളിക്കാൻ വരുന്ന, ഗുണ്ടായിസം കളിക്കാൻ വരുന്നതാണ് ചിന്തിച്ചാൽ മതി. കലാലയങ്ങൾ ഗുണ്ടായിസം കളിക്കാനുള്ള സ്ഥലങ്ങളല്ല. അവിടെ വിദ്യ അഭ്യസിക്കാനും സംസ്കാരം വളർത്താനും വേണ്ടിയുള്ള സ്ഥലമാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആക്രമിക്കുക, കാണുന്നവനെയൊക്കെ വെല്ലുവിളിച്ച് കളയുക എന്നുള്ള ഒരു ധാർഷ്ട്യവും ഹുങ്കുമായിട്ട് നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിനോ നമ്മുടെ രാജ്യത്തിനോ ചേർന്ന് യോജിച്ചൊരു പരിപാടിയല്ല. അത് കളിക്കേണ്ടത് ഇവിടെയല്ല. അങ്ങനെയുള്ളവർ പഠിക്കാതിരിക്കുക, അവർ വേറെ മേഖലകളിലേക്ക് പോവുക. അവർ പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കേണ്ടത് വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കേണ്ടത് നല്ല സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഇതേ സമാനമായ ഒരു കാര്യം തന്നെയാണ് പണ്ട് പൂക്കോട് കോളേജിൽ സിദ്ധാർത്ഥിൻ്റെ മരണവുമായിട്ട്, റാഗിങ്ങിൻ്റെ മരണവുമായിട്ട് സംഭവിച്ചത്. കണ്ടില്ലേ അവസ്ഥ? കണ്ടില്ലേ ഓരോ വിദ്യാർത്ഥികൾ മരണപ്പെടുന്ന കാണുന്നില്ലേ? മാനസിക പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ട് ഇന്നത്തെ യുവതലമുറ മദ്യത്തിനും ലഹരിക്കും, മദ്യമൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ആവശ്യം. ഇന്ന് മദ്യപിക്കുന്ന പിള്ളേരല്ല ഉള്ളത്. എല്ലാം MDMA അതേപോലെയുള്ള വില കൂടിയ ഐറ്റംസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചെറിയ ടാബ്ലറ്റുകളായിട്ടൊക്കെ കിട്ടുന്നൊക്കെ അറിയുന്നത്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്താ ആനന്ദം, പരമാനന്ദത്തിലേക്കൊക്കെ ചെന്ന് അധ്യാപകനെ തെറി വിളിക്കാം, കൂടെ ഇരിക്കുന്ന അടുത്തിരിക്കുന്ന കുട്ടിയെ നമുക്ക് ആക്രമിക്കാം, കോമ്പസിന് കുത്താം, ഇനി സ്കെയിലിനടിക്കാം. ഇതൊക്കെയുള്ള രീതികളാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ സാധനമൊക്കെ അറുത്ത് മാറ്റി ചെയ്യണം. ഈ റാഗിങ് എന്ന് പറയുന്ന ആ ഒരു സാധനത്തെ വേരോടെ പിഴുത് കളയണം ക്യാമ്പസുകൾ. അതിന് നിയമം മാത്രമല്ല കൊണ്ടുവരേണ്ടത്, റാഗിങ്ങേ ഉണ്ടാകാൻ പാടില്ല. റാഗിങ് എന്തിനാണ് റാഗിങ്? റാഗിങ് എന്തൊരു സബ്ജക്റ്റാണ്? ഏതെങ്കിലും വിഷയത്തിലേക്ക് നമുക്ക് ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ മറ്റ് ജോലികൾക്കോ ആവശ്യമുള്ളൊരു സാധനമാണോ റാഗിങ്? കലാലയങ്ങൾ ഭീഷണിയുടെയും ആക്രമണത്തിൻ്റെയും പാതയിലാണോ മുമ്പോട്ട് പോകേണ്ടത്? അല്ലല്ലോ. ആണോ? അങ്ങനെ ആണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളുകൾക്കാർന്ന് ന്യായീകരിക്കാൻ കഴിയും. റാഗിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തിനാണ് റാഗിങ് അപ്പാടെ കളയണം. റാഗിങ് ഉണ്ടാകരുത്. ഇനി ഏതെങ്കിലും ഒരു കലാലയങ്ങൾ, ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ, യൂണിവേഴ്സിറ്റികളിൽ ഒരു റാഗിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് ഗവൺമെൻറ്റിനായാലും ആ സ്കൂൾ അധികൃതർക്കായാലും സമൂഹത്തിനായാലും ഒരൊറ്റയൊരു സാധനം ഇവിടെ ചെയ്യാൻ കഴിയും. ഈ പിടിക്കപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ, ഈ കുറ്റക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ 10 കൊല്ലത്തേക്ക് ഡിസ്മിസ് ചെയ്യണം. അവരെ ഡിസ്മിസ് ചെയ്യുക മാത്രമല്ല, അവരെ ജയിലിൽ പണിയെടുപ്പിക്കണം. നല്ല വൃത്തിക്ക് പണിയെടുപ്പിക്കണം അവരെ ജയിലിനുള്ളിലിട്ടിട്ട്. അറിയണം, അങ്ങനെ ചെയ്യിക്കണം. അതാണ് ചെയ്യേണ്ടത്. 10 കൊല്ലം
ജയിലിലിട്ട് പണിയെടുപ്പിക്കണം അവരെ. അങ്ങനെ ഒരാൾക്കൊരു മാതൃകാപരമായ ശിക്ഷ കൊടുത്താൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ കേരളത്തിലെ കലാലയങ്ങൾ മുഴുവൻ നീറ്റാവും, ക്ലിയർ ആവും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള തെമ്മാടി കൂട്ടങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഇനിയും നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ചേട്ടൻ അനിയന്മാർ, ചേച്ചിമാരൊക്കെ കയറുകളിലും ക്യാമ്പസിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുമൊക്കെയായി തൂങ്ങിയാടുകയും നിലത്ത് വീണ് മരിക്കുന്നൊക്കെ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരൊക്കെ അതിക്രൂരമായി ക്ലോസറ്റ് മുറിയിലോ ബാത്റൂമിലോ ടോയ്ലറ്റിലോ ഇട്ട് ഇഞ്ചിഞ്ചായി തല്ലിച്ചതയ്ക്കപ്പെടുകയും മാനസിക ശാരീരിക പീഡനങ്ങൾക്കിരയായി ചേരുന്ന വാർത്തകൾ നമുക്ക് ഡെയിലി ദിവസം തോറും വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും അറിയേണ്ടി വരും. ഇതൊക്കെ വീഡിയോ ചിത്രീകരിക്കുക, അവരെ നഗ്നമായിട്ട് തുണി ഉരിഞ്ഞ് നിർത്തി അതൊക്കെ വീഡിയോ ചിത്രീകരിച്ച് അതൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാമുകളിലും ഒക്കെ സെൻഡ് ചെയ്ത് ആനന്ദിക്കുന്ന ഒരു വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് ഇന്നത്തെ കേരളത്തിലെ യുവതലമുറയിലെ പകുതിയോളം ആളുകളും പോയിക്കൊണ്ടിരിക്കുക. പിടിച്ച് കെട്ടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പിടിച്ച് കെട്ടണം എന്നാലേ കാര്യമുള്ളൂ. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. വിലപിക്കേണ്ട മാതാപിതാക്കൾ നമ്മുടെ അയൽ വീട്ടിലൊരാളാണ് വിലപിക്കുന്നതെങ്കിൽ നമ്മുടെക്കല്ലല്ലോ സംഭവിച്ചിരിക്കുന്നതെന്ന് കരുതി ആത്മനിർവൃതി അടഞ്ഞ് കുഴപ്പമില്ല, അതൊക്കെ പിള്ളേരല്ലേ, അങ്ങനെ പറ്റിപ്പോകും എന്നൊക്കെ ചിന്തിക്കാനാണെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം പറയാം, വിദൂരം അല്ല, നിങ്ങളുടെ ഭാവിയും സുരക്ഷിതമല്ല. നിങ്ങളുടെ മക്കൾ അല്ലെ മക്കളുടെ മക്കൾ നാളെ ഇവരുടെ കെണിയിൽ പെടാം, ഇതേപോലുള്ള ആളുകളുടെ കെണിയിൽ പെടാം. എത്ര വൃത്തികെട്ട രീതിയിലാണ് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മളിപ്പം കേരളത്തെ ടോട്ടലായിട്ട് എല്ലാവരും അറിയപ്പെടുന്നു. ഗോഡ്സ് ഓൺ കൺട്രി അത് നമ്മുടെ സംസ്കാരം കൊണ്ടും നമ്മുടെ ആളുകളോടുള്ള പെരുമാറ്റം കൊണ്ടും ബിഹേവിയർ കൊണ്ടൊക്കെ ഉണ്ടായതാ. ജനങ്ങൾ നമ്മളോട് പറയും, പൊതുവെയുള്ള ജനങ്ങൾ നമ്മളെ പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന്. ഇപ്പോൾ അതാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരാൾ ആദ്യം സംസ്കാരം പഠിക്കേണ്ടത് അവൻ്റെ വീട്ടിൽ നിന്നാണ്. അവൻ ജനിച്ചു വീണ അവൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് അവൻ്റെ മാതാപിതാക്കൾ അവനെ ക്ലാസ് എടുത്ത് കൊടുക്കണം. എങ്ങനെയൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, നമ്മുടെ സഹജീവികളെ, നമ്മുടെ ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. അതിന് സമയമില്ലാതെ ജോലി തിരക്കുമായിട്ട് ഓടി നടന്ന് ചിലപ്പം കുട്ടികൾക്ക് നന്നാകാനുള്ള സമയം കിട്ടിയെന്നിരിക്കില്ല. അതിനുശേഷം ചെയ്യേണ്ടത് നേരെ വിദ്യാലയങ്ങളിലേക്ക്, നഴ്സറി സ്കൂളുകളിലേക്കൊക്കെ കുട്ടികളെ അയക്കുമ്പോൾ പിന്നെ പഠിക്കേണ്ടത് പ്രാഥമികമായിട്ട് അവിടുന്ന് പിന്നെ പഠിക്കുക. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ നഴ്സറി തലം മുതൽ മുഴുവനായിട്ടും പിന്നെ പഠിക്കേണ്ടത് അവിടെ നിന്നിട്ടാ. പഠിപ്പിക്കണം, അങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരണം. എന്താണ് തലമുറയിൽ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമാണ്. നമ്മൾ ഈ ഇന്ത്യയുടെ മതി ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ചെയ്യേണ്ട കുട്ടികളായിരിക്കും. അവരല്ലേ ഇങ്ങനെയൊക്കെ ഈ ലഹരിയും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് ഇങ്ങനെ ജീവിതം ഹോമിപ്പിച്ച് കളയുന്നത്. അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. റാഗിങ് ചെയ്യുന്ന തെമ്മാടികളെ ഡീബാർ ചെയ്യുക തന്നെ ചെയ്യണം. ഒരു ക്യാമ്പസിലും അവരെ പഠിപ്പിക്കാൻ അനുവദിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. 10 കൊല്ലം ചുരുങ്ങിയത് അവരെ അവിടെ നിന്ന് പുറത്താക്കുക. അവരുടെ പാസ്പോർട്ടും അവരുടെ വേണ്ടപ്പെട്ട പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതകളും അവരെ പിടിച്ചു വെക്കുക. ഗവൺമെന്റ് പിടിച്ചു വെക്കുക. പാസ്പോർട്ട് എടുക്കാൻ അനുവാദം കൊടുക്കരുത്. ഇതേപോലെ ചെയ്യൂ. ഒരാളെ ചെയ്യൂ. മാതൃകാപരമായിട്ട് ഗവൺമെന്റ് ഒരാളെ ശിക്ഷിച്ച് കാണിക്കൂ. ഒരാളെ ശിക്ഷിച്ച് കേരളത്തിന്റെ വിദ്യാലയങ്ങളെ, ഉന്നത വിദ്യാലയങ്ങളെയൊക്കെ സംരക്ഷിക്കൂ. കാരണം കുട്ടികൾക്ക് പഠിക്കണ്ടേ? നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെ ഇങ്ങനെ പീഡനങ്ങളും മാനസിക പ്രശ്നങ്ങളും അനുഭവിച്ചിട്ട് എവിടെയെങ്കിലും ചാടി മരിക്കുകയോ തൂങ്ങി മരിക്കുകയോ ചെയ്ത് അങ്ങ് ജീവിച്ചു തീർന്നാൽ മതിയോ? മാതാപിതാക്കളുടെ കണ്ണീര് മാത്രം കാണാൻ വേണ്ടിയിട്ട്. സർക്കാരിന്റെ പ്രതിബദ്ധത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കണം. നിയമം ജനങ്ങൾക്കെതിരായി വരുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിയമത്തെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്, എന്തുകൊണ്ട് നമുക്ക് ഇതേപോലുള്ള തെമ്മാടി കൂട്ടങ്ങളെ നിരക്ക് നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് വിശദമായി പഠനം നടത്തി അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഇതുപോലെ അക്രമം കാണിക്കുന്ന, തെമ്മാടിത്തരം കാണിക്കുന്ന ഈ തെമ്മാടി ക്രിമിനലുകളെ ഒരേ ഒരു വട്ടം ശിക്ഷിച്ച് കാണിക്കൂ. ഒരൊറ്റ വട്ടം ശിക്ഷിച്ച് കാണിക്കണം. അവരുടെ എല്ലാവിധ സാഹചര്യങ്ങളെയും റദ്ദ് ചെയ്തുകൊണ്ട് ഒരു 10 കൊല്ലത്തേക്ക് അവർക്കൊരു ശിക്ഷ കൊടുത്ത് കാണിക്കൂ. ഈ കേരളത്തിലുള്ള, ഈ രാജ്യത്തുള്ള മുഴുവൻ എവിടെയുള്ള ആളായാലും അവരെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ കഴിയും. നാളെ വരുന്നവൻ പേടിക്കും. കാരണം അവനെ കൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭാവി പോകും, ഞാൻ
സ്വാഭാവികമായിട്ടും എൻ്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. ഇനി ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്ത മാതാപിതാക്കൾ വരെ ചിലപ്പം പറഞ്ഞു കൊടുത്തിരിക്കും, നിങ്ങൾ ആ പണിക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ 10 കൊല്ലം പോയി, പാസ്പോർട്ട് കിട്ടില്ല, പിന്നെ നൂലാമൂല കേസുകൾ ഓടേണ്ടി വരും, പുറകെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു വരും. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കണം. സമൂഹം ഇതിനു വേണ്ടി പ്രതിരോധിക്കണം. ഈ വിഷയത്തെ സമൂഹം ഏറ്റെടുക്കണം. നമ്മുടെ കുട്ടികൾ അങ്ങനെ എവിടെയും ചെന്ന് ചത്തു വീഴേണ്ടവരോ മരിച്ചു വീഴേണ്ടവരോ ഒന്നുമല്ല. പൊരുതി നേടി വിദ്യാഭ്യാസം നേടി നല്ല ജോലിയെല്ലാം നേടി വരേണ്ടവരാണ്. ആ ചിന്ത നമുക്കുണ്ടാകണം. ഈ ക്യാമ്പസുകളിലുള്ള മുഴുവൻ റാഗിങ്ങുകളും നിരോധിച്ചുകൊണ്ട് വളരെ സൗഹൃദപരമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് കൃത്യമായ നിലപാട് നടപടിയെടുത്ത് ഗവൺമെൻറ്, കേരള സർക്കാർ ഇതിൽ മാതൃക കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഈ നാടിൻ്റെ മുതൽക്കൂട്ടാകേണ്ട ഓരോ കുട്ടികളും ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മനോവിഷമത്തിലാണ്. ഇനി അതുണ്ടാകാൻ പാടില്ല. ഇനി അത് ഉണ്ടാകരുത്. നിർത്തണം. അത് നിർത്തിക്കണം. ആ ഒരു സമ്പ്രദായമേ, റാഗിങ് എന്ന് പറഞ്ഞ സമ്പ്രദായം നിർത്തിക്കണം. അവിടെ ഉണ്ടാകരുത്. ക്യാമ്പസുകൾ നടത്തുന്നുണ്ടോ പ്രത്യേക കമ്മീഷനെ വെച്ച്, അല്ലെ പിന്നെ അതിനുവേണ്ടി വേറെ ആളുകളെ വെക്കണം, അന്വേഷണ കമ്മിറ്റികളെ വെക്കണം, നടക്കുന്നുണ്ടോ എന്നറിയാൻ. വിദ്യാർത്ഥികളെ കണ്ടി തന്നെ വിദ്യാർത്ഥികൾക്ക് ആളുകളെ ഉണ്ടാക്കി കൊടുക്കണം. അവർ പറയട്ടെ, രഹസ്യമായിട്ട് തന്നെ അധ്യാപകരോട് പറയട്ടെ, ഇതിനുള്ള കമ്മീഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തീരുമാനം എടുക്കാൻ കഴിയും. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാമ്പസുകളിൽ പോകുമ്പോൾ, വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുമ്പോൾ അവർ റാഗിങ് ചെയ്യപ്പെടാൻ പാടില്ല, ക്രൂരമായി ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ള സാധനം ആ പ്രിൻസിപ്പളിനെ കൊണ്ട്, അല്ലെ പിന്നെ അവിടുത്തെ രക്ഷാധികാരി ആരാണോ അവരെ കൊണ്ട് എഴുതി മേടിക്കണം. പിന്നെ മറുപടി പറയേണ്ടത് അവരാണ്. അവരുടെ സീലിൽ, അവരുടെ ഒപ്പിൽ അവർ തരുന്ന ആ ഉറപ്പിന് അവർ മറുപടി പറയേണ്ടി വരും. കോടതി അവരും കയറേണ്ടി വരും. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ വിടില്ല. തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കണം. നമ്മൾ ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കി ആളുകളെ പുറത്തു കൊണ്ടുവിടില്ല ചെയ്യേണ്ടത്. ശക്തമായ ശിക്ഷ നൽകി അവരെ അവിടെ ആ ഒരു സാധനം ഇനി ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ശിക്ഷിച്ചു കാണണം. ഭയം ഉണ്ടാക്കണം. ഭയപ്പെടണം. നാളെ ഇത് ചെയ്താൽ ഞാൻ അനുവദിക്കും, എനിക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുള്ള ഭയത്തെ നമ്മളവിടെ മുൾമുനയിൽ നിർത്തി കാണിച്ചു കൊടുക്കും. ഒരാളും വെറുതെ ഉണ്ടായതല്ല. 10, 25, 30 കൊല്ലം, അല്ലെ പിന്നെ 20 കൊല്ലമൊക്കെ പെറ്റ് പോറ്റി വളർത്തി, ആഹാരം കൊടുത്ത്, കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി വളർത്തി നല്ലൊരു നിലയിലെത്തിക്കാണാൻ ആഗ്രഹിക്കുമ്പോൾ ജീവനറ്റ ശരീരങ്ങളായി, അല്ലെങ്കിൽ തല്ലിച്ചതച്ച ശരീരങ്ങളുമായി, തകർന്ന മനസ്സുമായി, ലഹരിക്കടിമപ്പെട്ട യുവാക്തങ്ങൾ ഒക്കെ എത്തിപ്പെടുമ്പോൾ അവരുടെ വീട്ടിലുള്ളവർക്കുണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട്. നമ്മൾ അതാ ചിന്തിക്കേണ്ടത്. എൻ്റെ വീടോ നിൻ്റെ വീടോ എന്നല്ല, നമ്മുടെ വീട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് ആരും ആരെയെ കൊണ്ടും ഉപദ്രവിക്കപ്പെടാനോ ആക്രമിക്കപ്പെടാനോ പാടില്ല. അത് തെറ്റാണ്. തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്യേണ്ടത്. തെറ്റ് ചെയ്തവനെ മാതൃകപരമായി ശിക്ഷിച്ച് അവൻ ചെയ്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് അവനെ ബോധ്യപ്പെടുത്തുക ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ റാഗിങ് എന്ന് പറയുന്ന ഇത്തരം നെറികെട്ട ഒരു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് ചുക്കാൻ പിടിക്കുന്ന എല്ലാ ക്രിമിനലുകളെയും നിയമപരമായി കൈകാര്യം ചെയ്യുക, നിയമപരമായി അവരെ തുറങ്കിലടയ്ക്കുക, അവരുടെ 10 കൊല്ലത്തെ വിദ്യാഭ്യാസം റദ്ദ് ചെയ്യുക, അവരുടെ വേണ്ടപ്പെട്ട പാസ്പോർട്ട് പോലുള്ള വേണ്ടപ്പെട്ട രേഖകളൊക്കെ പിടിച്ചു വെക്കുക, അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം. ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോ ജനങ്ങൾക്കും വേണ്ടി, ഓരോ ജനങ്ങൾക്കും ഇത് അവരുടെ നിലപാടായിട്ട് അവർക്കും കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ സംസാരിക്കൂ, നിങ്ങൾ പുറത്തു പറയൂ, നിങ്ങൾ തുറന്നു പറയട്ടെ, ജനങ്ങൾ അറിയട്ടെ നിങ്ങളുടെ വികാരങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങൾ അറിയട്ടെ, ജനങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, നമസ്കാരം.